അയ്യോ, ഹലോ, നിങ്ങൾ റെഡിയാക്കി വെച്ചോ, ഞാൻ നാളെ തന്നെ വന്നോളാം. എല്ലാം ശരിയായിട്ടാണല്ലോ. ക്ലാപ്പ് സൗണ്ട് എവിടെ നിന്നാ വന്നത്? ഹലോ, ഒന്നുമില്ല. ഓക്കെ, വന്നോളാം. ഈ ആൻഡ്രോയിഡ് ഫോൺ എപ്പോഴും ഇങ്ങനെയാ. ഒരു പ്രാവശ്യം ഇരിക്കുന്ന പോലെ പിന്നീട് ഇരിക്കില്ല.
എങ്ങനെയുണ്ട് നമ്മുടെ ഇൻട്രൊഡക്ഷൻ? ഒരു സിനിമയുടെ ത്രില്ല് മെയിൻറ്റെയിൻ ചെയ്യണമെങ്കിലേ ഇങ്ങനൊരു ബിൽഡപ്പ് വേണ്ടേ? ഒരു മിനിറ്റിൽ എന്റെ ജീവൻ പോയതുപോലെ അറിയോ? എന്തിനാ ഇങ്ങനെ പേടിപ്പിച്ചു തന്നെ? നിന്നെ ഞാൻ മരിക്കാൻ വിടുമെന്ന് കരുതിയോടി. നിന്റെ ജീവനെ ഇവിടെയാണ്. പേടിയേ ഇല്ലെന്ന് പറഞ്ഞ ആളല്ലേ, എന്നാ പിന്നെ ഒന്ന് പേടിപ്പിച്ചേക്കാന്ന് കരുതിയെന്നേ ഉള്ളൂ. ഡയലോഗിനൊന്നും ഒരു കുറവുമില്ല. ആദ്യം ഇവിടെ നിന്ന് നമുക്ക് പോകാം. എന്താ ഇത്ര അർജന്റ്? പതുക്കെ പോയാ പോരെ. ഈ പ്രപഞ്ചത്തിൽ തന്നെ പ്രേമിക്കാൻ ഇതിലും നല്ലൊരു സ്ഥലം കിട്ടില്ല. നിന്നെ ഇങ്ങനെ വിട്ടു കഴിഞ്ഞാലേ നീ ഈ മുറി വെച്ച് തന്നെ എന്റെ ഫസ്റ്റ് നൈറ്റ് നടത്തും. നിനക്ക് കുഴപ്പമില്ലെങ്കിൽ ഞാൻ റെഡിയാ. ഒന്നും മിണ്ടാതിരിക്കടാ. നിങ്ങൾ പെണ്ണുങ്ങൾ ഇങ്ങനെ ചിരിച്ചു ചിരിച്ചാണ് ധ്യാനത്തിലിരിക്കുന്ന ആമ്പിള്ളേരാണെങ്കിൽ പോലും അവരുടെ മനസ്സിളക്കി കളയുന്നത്. നിങ്ങൾ മോശമൊന്നുമല്ല. ലോലിപ്പോപ്പ് വാങ്ങി തന്നെ ഞങ്ങളെ കൊണ്ട് ലുലുബീസ് പാടിപ്പിക്കും. എനിവേ, അച്ഛൻ രാവിലെ വിളിച്ചിരുന്നു. ഓർണമെന്റ്സ് തുണിയൊക്കെ എടുക്കാൻ എപ്പോഴാ വരുന്നതെന്ന് ചോദിച്ചു. നമ്മൾ എപ്പോഴാ പോകുന്നത്? കല്യാണത്തിന് ലീവിന് ഞാൻ അപ്ലൈ ചെയ്തിരുന്നു, പക്ഷെ ഇതുവരെ റെസ്പോൺസ് വന്നിട്ടില്ല. അടുത്ത ആഴ്ച ഒന്ന് ട്രൈ ചെയ്ത് നോക്കട്ടെ. ഓക്കെ അല്ലേ? നമ്മുടെ എൻഗേജ്മെന്റ് കഴിഞ്ഞിട്ട് 2 മാസം കഴിഞ്ഞത് വിശ്വസിക്കാനേ പറ്റുന്നില്ല. അത് ശരി, എൻഗേജ്മെന്റിനെ പറ്റിയൊക്കെ ചിന്തിച്ചു തുടങ്ങിയല്ലേ? ഞാനൊന്നും പറയുന്നില്ലേ. ഓർമ്മിക്കാതിരുന്നാ പോലും നീ ഇട്ട ഈ മോതിരം എന്നെ ഓർമ്മപ്പെടുത്തിക്കൊണ്ടിരിക്കുമല്ലോ. അങ്ങനെയാണല്ലേ? അങ്ങനെ തന്നെ. ഹേ ഡൂഡ്സ്. അളിയ എത്ര മണിക്ക് വരാന്ന് പറഞ്ഞാടാ? ഞാൻ എന്ത് ചെയ്യാനാടാ, എനിക്ക് നിങ്ങളുടെ പോലുള്ള പ്രൊഫഷൻ ഒന്നുമല്ലല്ലോ. ഇവളാണെങ്കി ഡോക്ടർ, സാറ് സോഫ്റ്റ് വെയർ എഞ്ചിനീയർ. നിന്റെ ജോലിക്ക് എന്താ ഒരു കുറവ്? എന്നെയും വേദനെ പോലെ ടെൻഷൻ ഒന്നുമില്ലല്ലോ. എല്ലാ പ്രൊഫഷനിലും അതിൻ്റെതായ ടെൻഷൻ ഉണ്ട് കേട്ടോ. പിന്നെ ഈ റിയൽ എസ്റ്റേറ്റ് ബിസിനസ് ഉണ്ടല്ലോ, വീട് കെട്ടുന്നവരെക്കാൾ കുഴി വെട്ടുന്ന ആൾക്കാരാ കൂടുതലുള്ളത്. ചഞ്ചൽ, ഇന്ന് ഈ വേദ എന്താ ചെയ്തെന്നറിയോ? എന്തായാലും നീ എന്നോട് ചാലഞ്ച് ചെയ്ത പോലെ നീ നിഹാരികയെ പേടിപ്പിച്ചല്ലോ. ഞാൻ ചെറുപ്പകാലം തൊട്ട് ഇവളെ ഭയപ്പെടുത്താൻ വേണ്ടി ഒന്ന് ശ്രമിച്ചോണ്ടിരിക്കല്ലേ. ഇവളാണെങ്കി ഭയം എന്താന്ന് എന്നോട് ചോദിക്കാൻ. ഓഹോ, അപ്പൊ ഇത് നിന്റെ കൂടെ പ്ലാൻ ആയിരുന്നു? അല്ലാതെ പിന്നെ. എന്നെ ഇങ്ങനെ കളിപ്പിക്കുന്നത് നിങ്ങൾക്കൊരു ജോലിയായി മാറിയിരിക്കാം. Just for fun, yeah. Don't take it seriously. ഇങ്ങനത്തെ കാര്യങ്ങളൊന്നും ഇല്ലെങ്കിൽ ലൈഫിൽ പിന്നെ എന്താ രസം? അതെ, നമുക്ക് പെട്ടെന്ന് ഫുഡ് ഓർഡർ ചെയ്താലോ? ഓക്കെ, അതെ അതെ. വെയിറ്റ്.